അയാൾ പറഞ്ഞിരുന്നത് ഇത് ഫ്ലോട്ടിംഗ് ആണ് ആൻഡ് ഇറ്റ്സ് ലൈക്ക് എ ഫ്രണ്ട് ആപ്പ് എന്ന് പറഞ്ഞു. പെർ മിനിറ്റിന് 7 rupees നമുക്ക് തരും എന്ന് പറഞ്ഞു. ശരിക്കും ഫ്ലോട്ടിംഗ് ആയിരുന്നു. ഇയാൾ എനിക്ക് ട്രെയിനിങ് തരാമെന്ന് പറഞ്ഞു. ആ ട്രെയിനിങ് എന്ന് പറയുന്നത് അയാളോട് 7 days ഫ്ലേർട്ട് ചെയ്യണം. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട് ആപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഗൈസ്. നമ്മൾ ഇതിന് മുമ്പ് 1-2 വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സാധനം ഞാനൊന്ന് യൂസ് ചെയ്ത് നോക്കി. സംഭവം കോമഡിയാണ്, പൈസ പോകുന്ന വഴി അറിയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ തന്നെ ഓരോ മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഓരോ റോസാപ്പൂ അവരുടെ അക്കൗണ്ടിലോട്ട് പോകും. അത് അവർക്ക് റിഡീം ചെയ്ത് റിയൽ മണി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ 1-2 പിള്ളേരോട് സംസാരിച്ചു, അവർക്ക് വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചുള്ള കാര്യം പറയാമല്ലോ. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫ്രണ്ട് ആപ്പ് റിലേറ്റ് ചെയ്ത് വീഡിയോ ചെയ്തതിനെ തുടർന്ന് 1-2 കുട്ടികൾ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു. ഈ ഫ്രണ്ട് ആപ്പ് പോലുള്ള വേറെ ആപ്പിനകത്തു നിന്ന് ഉണ്ടായ കുറച്ച് അനുഭവങ്ങളാണ് പറയുന്നത്. ആദ്യം അയച്ച ആ കുട്ടീൻ്റെ മെസ്സേജിലോട്ട് വരാം. ഈ പെൺകുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഒരു പാർട്ട് ടൈം ജോബ് എന്നുള്ള രീതിയിൽ ഒരു ടെലികോളിംഗ് ജോബ് ഇവർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് OLX ഒരു ആഡ് കണ്ടത്. ആഡ് ഞാനിവിടെ വെക്കാവേ. ഇതാണ് ആഡ്. ഫീമെയിൽ ടെലികോളർ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞിട്ട് 10,000 to 15,000 per month എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു ജോബ് കാണുന്നത്. അതുപോലെ തന്നെ വേറൊരു ജോബ് ഉണ്ടായിരുന്നു, ഫീമെയിൽ ടെലികോളർ വർക്ക് ഫ്രം ഹോം. ഇതിനകത്ത് 20,000 to 25,000 ആണ്. തമ്പാനൂർ, ട്രിവാൻഡ്രം. ഈ ആഡ് കണ്ടിട്ട് ഈ പെൺകുച്ച് ഇവരെ വിളിച്ച സമയത്ത് റെസ്യൂമെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. റെസ്യൂമെ അയച്ചു കൊടുത്തതിന് ശേഷം അവിടുന്ന് ഒരു കോള് ഈ പെൺകുട്ടിയെ വിളിച്ചു. ഒരു ഓൺലൈൻ ഇന്റർവ്യൂ സെറ്റപ്പിലാണ് ഈ കോള് വന്നത്. ഒരു പയ്യനാണ് വിളിച്ചത്. ദുബായിൽ എന്തോ ആണ് ആ ഒരു കോള് വന്നതെന്നാണ് ഈ പെൺകുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞത്. ഈ പയ്യൻ ഇതിനകത്ത് ചോദിച്ച ചോദ്യങ്ങളാണ് ഭയങ്കര വിയേർഡായിട്ടുള്ള. സിംഗിൾ ആണോ, കമ്മിറ്റഡ് ആണോ, ഇന്റർവ്യൂനുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത്. സിംഗിൾ ആണോ, കമ്മിറ്റഡ് ആണോ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പെൺകുട്ടിക്ക് ഒരു മെസ്സേജ് വരികയാണ്, യു ആർ സെലക്ടഡ്, നാളെ തൊട്ട് ട്രെയിനിങ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അങ്ങനെ ട്രെയിനിങ്ങിനും ഇവൻ തന്നെയാണ് വിളിക്കുക. എന്നിട്ട് ഈ കുട്ടി ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ട്രെയിനിങ്. അന്നേരം പറഞ്ഞാണ് അവൻ്റെ അടുത്ത് സംസാരിച്ചാൽ മതി, അതാണ് ട്രെയിനിങ്. അതായത് ഈ അന്നേരവും ഈ പെൺകുച്ചിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്താണ് അന്നേരം ചോദിച്ചു, എന്താണ് ജോബ്? അപ്പോഴാണ് ഇവൻ പറയുന്നത് ഫ്ലേർട്ടിംഗ് ആണ് ജോബ്. ഫ്രണ്ട് ആപ്പ് പോലുള്ള ആപ്പാണ്, അതിനകത്തോട്ട് ഹയർ ചെയ്യാനാണ്. ഒരാഴ്ച ഇവന്റെ അടുത്ത് ഫ്ലേർട്ട് ചെയ്യും. ഇതാണ് ട്രെയിനിങ്. ഒന്ന് ആലോചിച്ചോ. OLX ഇതുപോലുള്ള പരസ്യങ്ങൾ കൊടുത്തിട്ട് ടെലികോളർ ജോബ് വുമൻസിനെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനകത്തോട്ട് റെസ്യൂമെ അയച്ചു കൊടുത്തതിന് ശേഷം ഇവന്മാർ ഇതുപോലെ വിളിച്ചിട്ട് ഇതാണ് പരിപാടി. അപ്പോഴേ ഈ കുട്ടി കട്ട് ചെയ്തിട്ട് പോയി. അതാണ് ഇതിന്റെ ഒരു ദുരനുഭവം. ഈ കൊച്ചിന്റെ കുറച്ച് വോയിസും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതുകൂടെ ഒന്ന് വെക്കാം. ഇവരെന്നെ വിളിച്ച് സംസാരിച്ചതാണ്. ഞാൻ പറഞ്ഞു, മോളെ ആ വോയിസ് നിന്റെ തന്നെ വോയിസിൽ നീ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും, നമുക്ക് വീഡിയോ ഉൾപ്പെടുത്താന്ന് പറഞ്ഞിട്ട് അങ്ങനെ 1-2 വോയിസ് ആ കുഞ്ഞെനിക്ക് അയച്ചു തന്നു. ഞാൻ ആ ഒരു വോയിസിനകത്ത് വെക്കാം. എന്നെ കോൺടാക്ട് ചെയ്തിരുന്നത് ഒരു ടെലികോളിംഗ് ജോബ് എന്നുള്ള രീതിയിലാണ്. അത് സ്റ്റാർട്ടിങ് പറഞ്ഞു ഇത് RJ പോലെയാണെന്ന്. പക്ഷെ അത് സെക്കൻഡ് ഡേ തന്നെ അവർ റിവീൽ ചെയ്തു. അവരെന്ന് പറയുന്നത് എന്നെ കോൺടാക്ട് ചെയ്ത ഒരു ലൈക്ക് 25-30 ഒരു ചേട്ടനാണ്. ഐ ഹോപ്പ്. അയാൾ പറഞ്ഞിരുന്നത് ഇത് ഫ്ലോട്ടിംഗ് ആണ് ആൻഡ് ഇറ്റ്സ് ലൈക്ക് എ ഫ്രണ്ട് ആപ്പ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പെർ മിനിറ്റിന് 7 rupees നമുക്ക് തരും എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കണേ, 1 മിനിറ്റിന് 7 രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇത് തുടക്കക്കാരിയാണ്. ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ളവർ ചെല്ലുന്ന സമയത്ത് അവർ കുറച്ചുകൂടെ നല്ല രീതിയിൽ ക്ലയൻസിനെയൊക്കെ സൂചിപ്പിക്കാൻ കഴിവുള്ള ടീംസ് കുറച്ച് എക്സ്പീരിയൻസ് ആവുന്നതനുസരിച്ചിട്ട് 7 രൂപ എന്നുള്ളത് കൂടും, റേറ്റ് കൂടും അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ച്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിപാടി. അതാണ് ഇതുപോലുള്ള ഫേക്ക് ആഡ് കൊടുത്തിട്ട് കംപ്ലീറ്റ് ഡേറ്റയും ഈ പിള്ളേരുടെ കളക്ട് ചെയ്യാണ്. ഈ റെസ്യൂമെ അയച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഇമെയിൽ ഉണ്ടാവും, ഫോട്ടോ ഉണ്ടാവും, ഫോൺ നമ്പേഴ്സ് ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. എന്നിട്ട് അത് ഉമ്മാർ ഏതെങ്കിലും തരത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലൊരു ഉടായ്പ പരിപാടിയാണ്. എന്തായാലും കുട്ടി പറയുന്ന ബാക്കി കാര്യങ്ങൾ നമ്മൾ കേൾക്കാം. എത്ര നേരം വേണമെങ്കിലും, എത്ര മണിക്കൂർ വേണമെങ്കിലും സംസാരിക്കും. ഇനി 1 മിനിറ്റിന് 7 rupees എന്നുള്ള രീതിക്കായിരിക്കും സാലറി വരണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഫ്രണ്ട് ആപ്പും ഇങ്ങനെ തന്നെയാണ് ഹയർ ചെയ്യുന്നത്. അതുപോലെ 2-3 ആപ്പിൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു ഇതിൻ്റെ എല്ലാം പേർപ്പസും ഇതെല്ലാം ഒരേ മെത്തേഡിലാണ് പോകുന്നതെന്ന് പറഞ്ഞു. ആൻഡ് ഇതിൽ വർക്ക് ചെയ്യാൻ ഹൗസ് വൈഫ്സും എത്രയോ പ്രായമുള്ള ആൾക്കാർ വരെ ഉണ്ട് എന്ന് പറഞ്ഞു. അയാളുടെ മോഡ് ഓഫ് ടോക്കിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഫ്ലോട്ടിംഗ് ആയിരുന്നു. ഇയാൾ എനിക്ക് ട്രെയിനിങ് തരാമെന്ന് പറഞ്ഞു. ആ ട്രെയിനിങ് എന്ന് പറയുന്നത് അയാളോട് 7 days ഫ്ലേർട്ട് ചെയ്യണം എന്നതാണ് അയാൾ പറഞ്ഞ ട്രെയിനിങ്. എൻ്റെ ഫസ്റ്റ് ഡേ തന്നെ ഇത് കേട്ടപ്പോൾ തന്നെ ഞാനിത് ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ആലോചിച്ച് നോക്ക്. ഇതിനകത്ത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾ ഉണ്ടാവും. വീട്ടിൽ ഇരുന്ന് ഫ്ലേർട്ട് ചെയ്താൽ മതി, പൈസ കിട്ടും, പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. വരുന്നവരെ സുഖിപ്പിച്ച് ഇട്ടാൽ മതി. മറ്റേ ഫ്രണ്ട് ആപ്പിനകത്ത് നമ്മൾ അതിനകത്തോട്ട് ഗേൾസിന് ചെന്ന് അവർക്ക് തന്നെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആൾക്കാരോട് സംസാരിക്കാം, അതിനകത്തുനിന്ന് ഏണിങ്സ് ഉണ്ടാക്കാം. അതിന്റെ ഒരു ഷെയർ കമ്പനി എടുക്കും, കുറച്ച് ഷെയർ ഈ പറയുന്ന പെൺകൊച്ചിനെ കിട്ടും. അതാണ് ഫ്രണ്ട് ആപ്പിന്റെ പരിപാടി. അതിനകത്തും ഇതുപോലെ പ്രൈവറ്റ് ആയിട്ട് ഹയർ ചെയ്തിട്ട് ആളുകളെ വെക്കുന്ന സെറ്റപ്പ് ഉണ്ട്. മനസ്സിലായോ? ഓരോ വോയിസും കൂടെ ഉണ്ട്, അതുകൂടെ ഞാൻ കേൾപ്പിക്കാം. ഒന്ന് ചിറ്റ് ചാറ്റ്, പിന്നെ ഒന്ന് കോൾ പിക്ക് ഒരു ആപ്പാണ്. ഈ രണ്ടിലും ഗേൾസിനെ ഹയർ ചെയ്തിട്ടാണ്
സംസാരിപ്പിക്കുക ആൻഡ് അവർക്കൊരു സാലറിയും പ്രൊവൈഡ് ചെയ്യും. അത് ഈ സാലറി പോകുന്നത് മിനിറ്റ്സിനാണ്. അതുപോലെ തന്നെ അവരതിലൊരു നമുക്ക് പ്രൊഫൈൽ DP ഇടാൻ പറ്റും. ആ DP പോലും ചിലർക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കിട്ടുന്ന മറ്റാരുടെയൊക്കെയോ ഫോട്ടോസാണ് DP ആയിട്ട് യൂസ് ചെയ്യുന്നത്. ബേസിക്കലി ഈ ആപ്പൊക്കെ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഫ്ലേട്ടിംഗ് ആണ്. ഫ്ലേട്ടിംഗ് അല്ല, സം കൈൻഡ് ഓഫ് ദിസ് ബാഡ് തിങ്സ്. അതിന് ഇവർ ഗേൾസിനെ ഹയർ ചെയ്യുകയാണ് ചെയ്യുക. അപ്പം ഇതാണ് ഒരു ഉടായിപ്പ്. പെൺകുട്ടികളെ ഹയർ ചെയ്ത് ട്രെയിനിങ് കൊടുത്ത് ഈ രീതിയിലുള്ള കുൽസിത പരിപാടികളിലോട്ട് നയിക്കുക. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരായിരിക്കും, പൈസ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് പോയി പെടും, ഉറപ്പായിട്ടും പെടും. ഞാൻ ഈ ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് കുറെ ടീംസിനെ കണ്ടു. ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഓപ്പൺ ടോക്കിന് തയ്യാറാണോ? ചിലർ യെസ് തയ്യാറാണ്, ചിലർ ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞു താല്പര്യമില്ല. പക്ഷെ ഇതുപോലെ പ്രൈവറ്റ് ആയിട്ട് ഹയർ ചെയ്യുമ്പോൾ അവർ എന്തും ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. എനിക്ക് മെസ്സേജ് രണ്ടാമത്തെ കുട്ടിയിലോട്ട് വരാം. പുള്ളിക്കാരത്തി ഒരു ഫ്രണ്ട് ആപ്പിലെ ഒരു യൂസറായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ പൈസയൊക്കെ ഏൺ ചെയ്ത ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഒരു ഗേൾ എന്ന നിലയിലുള്ള യൂസർ എക്സ്പീരിയൻസ് ആണ് പുള്ളിക്കാരത്തി ഷെയർ ചെയ്തത്. ഇതുപോലെ 1-2 ആപ്സ് ഉണ്ട്. കോൾമേറ്റ്സ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ദോസ്ത് ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പും പൊങ്ങി വരുന്നുണ്ട്. ഇതെല്ലാം ഒരുപോലെ വർക്ക് ചെയ്യുന്നതാണ്. ഈ ഫ്രണ്ടിന്റെ ഹിന്ദി ആണല്ലോ ദോസ്ത്, അതുപോലെ ദോസ്ത് പുതിയ ആപ്പാണ്. നിങ്ങൾ പരസ്യം കാണുന്നുണ്ടായിരിക്കും. മലയാളി ക്രിയേറ്റേഴ്സിന് ഇടയ്ക്കോട്ട് വന്നിട്ടില്ല, ഉടനെ മിക്കവാറും മലയാളി ക്രിയേറ്റേഴ്സിന് എടുത്തിട്ട് വരും. ഈ ടീംസ് എല്ലാം എടുത്ത് പ്രൊമോട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ പിന്നെ വെറ്റകളെ പിടിച്ച് ഏറെ കയറ്റും. എന്താണെങ്കിലും ഇനി പ്രൊമോട്ട് ചെയ്യാനൊന്ന് പേടിക്കും ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. ഈ കൊച്ചെനിക്ക് ഒരു സ്ക്രീൻഷോട്ട് ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിനകത്ത് നിന്ന് ഏൺ ചെയ്ത പൈസയാണ് ഇതിനകത്തൊക്കെ, ഇങ്ങനെ പൈസ ക്രെഡിറ്റ് ആവാറുണ്ട്. ഞാൻ അന്നേരം ചോദിച്ചു, നീ ഇതുപോലെ ഫ്ലേർട്ട് ചെയ്തിട്ടാണോ പൈസ ഒപ്പിച്ചത്? അന്നേരം പറഞ്ഞ് ഫ്ലേർട്ടിങ്ങിന് വരുന്ന ആൾക്കാരും ഉണ്ട്, അല്ലാതെ നോർമലായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വരുന്ന നല്ല ആൾക്കാരുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അതിന് ഇവള് ഫ്ലേർട്ട് ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ ഇപ്പോൾ പുള്ളിക്കാരത്തി സംഭവം നിർത്തിയതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഈ കൊച്ചിന് ഒരു കോള് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ചിരുന്നാണ് വിളിച്ചത്. ഭാര്യയാണെങ്കിൽ ബൈസെക്ഷൽ ആണ് എന്ന് പറഞ്ഞാൽ ആണിൻ്റെ അടുത്ത് പെണ്ണിൻ്റെ അടുത്ത് ഒരുപോലെ വികാരം തോന്നും. മനസ്സിലായോ? അപ്പം ഈ ഭാര്യയ്ക്ക് ഈ പെങ്കൊച്ചുമായിട്ട് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഇവർ റൂമൊക്കെ എടുക്കാം, നിങ്ങളുടെ ഐഡന്റിറ്റി ഒക്കെ വെളിപ്പെടുത്തത്തില്ല, അവർ പറയുന്ന ലൊക്കേഷനിലോട്ട് വന്നാൽ മതി, എത്ര രൂപ വേണമെങ്കിൽ തരാം, ഇതാണ് ഓഫർ. അതിൻ്റെ ഇടയിൽ കൂടെ ചിലപ്പോൾ ഭർത്താവും ജോയിൻ ചെയ്യുമായിരിക്കും, അത് വേറൊരു തരത്തിലോട്ട് പോകും. അങ്ങനെ ഇത് കേട്ടിട്ട് ഈ പെങ്കൊച്ച് ബേജാറായിട്ട് അവൾ അത് സ്റ്റോപ്പ് ചെയ്തു. ഈ പറയുന്ന ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്ന സാധനം തന്നെ അവൾ നിർത്തി. സോ അതൊരു ഭീകര വെർഷൻ ആയിരുന്നു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഈ ഒരു ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യുന്ന മെയിൻ പരിപാടി, ഇതിനകത്തോട്ട് ആളുകൾ ഒന്ന് പരിചയപ്പെടുന്ന ഒരുമാതിരി 90% ആൾക്കാരും ഒരൊറ്റ ഇന്റൻഷനാണ്, ഫ്ലേർട്ട് ചെയ്യുക, കമ്പനി ആകുക, ഇൻസ്റ്റാഗ്രാം ID ഫേസ്ബുക്ക് ID ഒക്കെ മേടിക്കുക, എന്നിട്ട് ആ തരത്തിലൊരു കോൺടാക്ട് കീപ്പ് ചെയ്യുക. അതിനുശേഷം ഇവർ എവിടെയെങ്കിലും റൂം എടുക്കുക, പരിപാടി നടത്തുക, പൈസ മേടിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൺലൈൻ വ്യഭിചാരം ഇതിനകത്തുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളെ നമ്മൾ നേരത്തെ ഒരു പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഓൺലൈൻ പിമ്പേഴ്സ്, നോട്ട് ഇൻഫ്ലുവൻസേഴ്സ്. ഓക്കെ, ഈ പരിപാടിയാണ് ഞാൻ നടക്കുന്നത്. ഇതിനകത്ത് പൈസ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബാഡ്ജ് ഉണ്ട്. നമ്മൾ PUBG കളിക്കുമ്പോഴത്തേക്ക് ബ്രോൺസ്, സിൽവർ, പ്ലാറ്റിനം, ഗോൾഡ് പ്ലാറ്റിനം എന്ന് പറഞ്ഞ ഒരു ബാഡ്ജ് ഉണ്ടല്ലോ. അന്നേരം ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഓരോ ബാഡ്ജ് ഇവർക്ക് കൊടുക്കും. ഈ ബാഡ്ജിനനുസരിച്ചാണ് ഓരോ മിനിറ്റിനുള്ള പൈസ ഇവർക്ക് പോകുന്നത്. ആദ്യം എന്തോ 65 പൈസ എങ്ങനെയാണ് ഒരു മിനിറ്റിന് കണ്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനെ ലെവൽ അപ്പ് ചെയ്യുന്നതിനനുസരിച്ച് അത് 1.2 ടൈംസ് 2 ടൈംസും ഒക്കെ ആയി മാറും. പിന്നെ രാത്രി വിളിക്കുന്നതിന് വേറെ പൈസയാണ്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവർക്കൊരു ടാർഗറ്റ് ഒക്കെ ഉണ്ട്, ഇവർക്കൊരു ട്രെയിനിങ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. ഈ ട്രെയിനിങ് ഗ്രൂപ്പിലുള്ള ഒരു വോയിസ് എനിക്ക് പെങ്കൊച്ച് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വോയിസ് ഓഡിയോ കോളിൽ നിങ്ങൾ ഓരോ മിനിറ്റ് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് 6 സ്കോർ ആയിരിക്കും ലഭിക്കുക. വീഡിയോ കോളിൽ ഓരോ മിനിറ്റ് സംസാരിക്കുമ്പോൾ 1 സ്കോർ ലഭിക്കും. 2 മിനിറ്റിൽ കുറവുള്ള കോളാണെന്നാണ് നിങ്ങൾക്ക് സ്കോർ കിട്ടില്ല. പിന്നെ 25 മിനിറ്റ് കൂടുതൽ നമ്മൾ ഒരു യൂസറിനോട് തന്നെ കോളിൽ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് സ്കോർ 3 ഇരട്ടിയാവും. ഓഡിയോ കോളിനകത്തും വീഡിയോ കോളിനകത്തും ഡിഫറൻറ്റ് റേറ്റ് ആണ്. ഓഡിയോ കോളിനകത്ത് 1 സ്കോർ ആണെങ്കിൽ വീഡിയോ കോളിനകത്ത് 6 സ്കോറാണ്. ഈ സ്കോറാണ് പിന്നെ പൈസയായിട്ട് കൺവേർട്ട് ആവുന്നത്. പിന്നെ സെയിം യൂസറിന്റെ അടുത്ത് തന്നെ 25 മിനിറ്റ് മുകളിൽ സംസാരിക്കുവാണെങ്കിൽ 3 ടൈംസ് ആവും. എന്തെല്ലാം തരം ഓഫറുകളാണെന്ന് ആലോചിച്ച് നോക്കട്ടെ. നമ്മൾ മിനിറ്റിന് പൈസ കേട്ടിട്ടേ ഉള്ളൂ, ഇതാണ് മിനിറ്റിന് പൈസ. ആലോചിച്ച് നോക്ക്. 120 മിനിറ്റിൽ വരെയുള്ള സ്കോർ മാത്രമേ നമുക്ക് നമ്മുടെ വീഡിയോ കോളിൽ കാൽക്കുലേറ്റ് ആവുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ, രാത്രി 11 മണി മുതൽ 1 മണി വരെയുള്ള കോളുകൾക്ക് നമുക്ക് സ്കോർ ഡബിൾ ആവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, അതായത് ഈ സ്കോർ ഡബിൾ ആവുന്ന സമയങ്ങളിൽ സംസാരിക്കുമ്പോൾ, പിന്നെ അതേപോലെ സ്കോർ 25 മിനിറ്റ് കൂടുതലുള്ള കോളൊക്കെ ചെയ്യുമ്പോൾ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സ്കോർ നേടാനും നമ്മുടെ ടോപ്പ് ആയിട്ടുള്ള ബാച്ചസ് കിട്ടാനും ഹെൽപ്ഫുൾ ആവും. പാതിരാത്രി 10 മണി കഴിഞ്ഞതിന് ശേഷം സംസാരിക്കുന്ന കുൽസിത സംഭാഷണങ്ങൾക്ക് സ്കോർ കൂടുതലാണ് ഗൈസ്. 25 മിനിറ്റ് കൂടുതൽ സംസാരിച്ച സ്കോർ കൂടുതലാണ്, പൈസ കൂടുതൽ ഉണ്ടാക്കാം. അപ്പം ഇങ്ങനെയുള്ള ട്രെയിനിങ് ടിപ്സും ഇവരുടെ ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ കോമഡി ആയിട്ട് ഫീൽ ചെയ്യും, പക്ഷെ ഇത് അത്ര കോമഡി ആയിട്ടുള്ള പരിപാടിയല്ല. നമ്മുടെ ഒരു കൾച്ചർ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സാധനമാണിത്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. ആൺകുട്ടികളെക്കാൾ ഉപരി വീട്ടിലിരിക്കുന്ന പെൺകുട്ടികളെ വഴിതെറ്റിപ്പിക്കുന്ന ഒരു പരിപാടിയാണിത്.
ഇപ്പൊ എന്നെ കോൺടാക്ട് ചെയ്ത പെങ്കുച്ച് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം 1.5 മാസം കൊണ്ട് ഒരുപാട് സമയം സംസാരിച്ചിട്ടില്ല, വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ, 10,000-20,000-30,000 രൂപ അവൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഒരു 1.5 മാസം കൊണ്ട്. ആലോചിച്ച് നോക്ക്. ഫ്ലേർട്ട് ചെയ്യുന്ന രീതിയിലൊന്നും പുള്ളിക്കാരൻ സംസാരിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. പക്ഷെ ഫ്ലേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ച് ആൾക്കാരെ പിടിച്ചിരുത്തുന്ന സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ മാസം ലക്ഷങ്ങളാണ് അവർ ഇതിനകത്ത് ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇവർ കൊടുക്കുന്നത്. കണ്ണ് മഞ്ഞളിച്ചിട്ട് നമ്മുടെ നാട്ടിലെ പെൺപിള്ളേരൊക്കെ ഇതിനകത്തോട്ട് പോയി വീഴത്തില്ലെന്ന് ആര് കണ്ട്? കാര്യം അന്തസ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളെക്കാൾ കൂടുതൽ ഏണിങ്സ് ഇവർ വീട്ടിലിരുന്ന് കുറച്ച് നേരം കുറച്ച് കുൽസിത സംഭാഷണങ്ങൾ നടത്തി ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഈ ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലാവരും ചോദിച്ചു ഏണിങ്സ് കിട്ടുന്നുണ്ടോ? അത്യാവശ്യം നല്ല രീതിയിൽ ഏണിങ്സ് കിട്ടുന്നുണ്ടെന്ന് തന്നെയാണ് പലരും പറഞ്ഞത്. അപ്പോൾ അതാണ് ഈ ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികളെ വഴിതെറ്റിയിപ്പിക്കുന്ന ഒരു ആപ്പാണ് ഈ സാധനം. ഇപ്പം മൊത്തം ഫണ്ണാണല്ലോ, എന്ത് ചെയ്താലും ഫണ്ണാണ്. ഞാൻ അവൻ്റെ കൂടെ കിടന്നു, അത് ഫണ്ണിന് വേണ്ടി കിടന്നതാണ്, അവനെ ഞാൻ ചെയ്തു, അതും ഫണ്ണിന് വേണ്ടി ചെയ്തതാണ്. അന്നേരം ഫണ്ണ് കൂടിക്കൂടി വഴിതെറ്റി പോകുന്ന ഒരു ജനറേഷന് മുന്നിലോട്ട് ഇങ്ങനത്തെ ഒരു സാധനവും കൂടെ അങ്ങോട്ട് ഇട്ട് പടച്ച് കൊടുക്കുമ്പോൾ കള്ള് കഞ്ചാവ് പെണ്ണുപിടി എല്ലാം സെറ്റ്. അപ്പൊ വീട്ടിലിരിക്കുന്ന പേരൻസ് ആണ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഈ ടൈപ്പ് ഫ്രണ്ട് ആപ്പ്, കോൾ പിക്ക്, കോൾ മേറ്റ്സ്, ദോസ്ത് ആപ്പ്, ഈ മാതിരി കുറച്ച സാധനങ്ങൾ ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചു. മകളും മകനും ഒക്കെ ഒരുപാട് വളർന്നെന്ന് വിചാരിച്ചോ. കൂടുതലൊന്നും എനിക്ക് ഇതിനെപ്പറ്റി പറയാനില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ വന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ശരിയെങ്കിൽ ടാറ്റാ.